അല്ല, നമ്മൾ എവിടെയാണ് നിർത്തിയത്? ആ എങ്ങനെയാണ് ആത്മാനുഭവം ഇല്ലാതിരിക്കാൻ, അത് മറയ്ക്കപ്പെടാൻ എന്താ കാരണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞല്ലേ. അത് കാമമാണ് എന്ന് പറഞ്ഞത്, അതിനെ ശത്രുവായിട്ടാണ് പറഞ്ഞത്. ഇപ്പോ അഗ്നിയില്, തീയില് നമ്മള് വിറകിടുന്തോറും തീ ഇങ്ങനെ കൂടുതൽ കൂടുതൽ കത്തിജ്വലിക്കും. അതേപോലെയാണ് അനുഭവിക്കും തോറും ഇനിയും വേണമെന്നുള്ള തോന്നൽ വന്നുകൊണ്ടിരിക്കും ഈ കാമം എന്ന് പറയുന്നത്. അത് ജ്ഞാനിയുടെ നിത്യശത്രുവാണ്. എന്തുകൊണ്ടാണ് നിത്യശത്രു എന്ന് പറയാനുള്ള കാരണം? ആത്മാനുഭവത്തെ അത് മറയ്ക്കും. അതുകൊണ്ടാണ്, ഇതാണ് ആത്മാനുഭവത്തെ മറയ്ക്കുന്നത്. അതുകൊണ്ടാണ് അത് ശത്രുവാണ് എന്ന് പറയാനുള്ള കാരണം. അപ്പൊ ആ ശത്രുവാണെങ്കിൽ ആ ശത്രുവിനെ നമ്മൾ കീഴ്പ്പെടുത്തണം, അല്ലെ? ആ ശത്രുവിനെ നമ്മൾക്ക് ജയിക്കാൻ സാധിക്കണം. അപ്പൊ ഒരു ശത്രുവിനെ ജയിക്കണമെങ്കിൽ ശത്രു എവിടെയാണ് ഒളിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾക്ക് ആദ്യം കണ്ടുപിടിക്കണം, അല്ല? ശരിയല്ല? എന്നാലേ നമുക്ക് ശത്രുവിനെ ജയിക്കാൻ പറ്റുള്ളൂ. ശത്രു ഇടയ്ക്കിടയ്ക്ക് നമ്മളെങ്ങനെ ആക്രമിച്ചിട്ട് അതിന്റെ ഒളിത്താവളത്തിൽ പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുക. അപ്പോ ആ ഒളിത്താവളം ഏതാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ശത്രുവിനെ നമ്മൾക്ക് അവിടെ നിന്ന് തുരത്താം. അപ്പൊ അതുകൊണ്ട് ജ്ഞാനിയുടെ നിത്യശത്രുവാണ് കാമം എന്ന് പറഞ്ഞ ലൗകികമായ ആഗ്രഹങ്ങള്. അപ്പൊ ഇത് ഒളിച്ചിരിക്കുന്ന ഗൂഢസങ്കേതങ്ങൾ ഏതൊക്കെയാണ്? അതാണ് ഇനി അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയാനായിട്ട് പോകുന്നത്. 40-ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. എവിടേക്കാണ് ഇത് ഒളിച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. എവിടേക്കാണ് ഒളിച്ചിരിക്കുന്നത്? ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. ഈ സ്ഥലങ്ങളിലേക്കാണ് അത് ഒളിച്ചിരിക്കുന്നത്. എവിടേക്കാണ്? ഇന്ദ്രിയാണി, ഒന്ന് ഇന്ദ്രിയങ്ങളില് ഈ ആഗ്രഹങ്ങള്, ഈ കാമം ഒളിച്ചിരിക്കുന്നു. ഇന്ദ്രിയങ്ങളിലാണ് ഒന്ന് ഒളിച്ചിരിക്കുന്നത്. ഒരു സങ്കേതം അതാണ്. പിന്നെ അടുത്തതോ മനസ്സിലും ഇത് ഒളിഞ്ഞു കിടപ്പുണ്ട്. പിന്നെ അടുത്ത എന്തിലാ? ബുദ്ധിയില്. അപ്പൊ ഈ 3 കാര്യങ്ങൾ, ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, ഇത് കാമത്തിന്റെ ഇരിപ്പിടമാണ് എന്നാണ് പറയുന്നത്. ആഗ്രഹങ്ങളുടെ ഇരിപ്പിടമാണ് ഈ 3 സ്ഥലങ്ങള് എന്നാണ് പറയുന്നത്. അപ്പോ ഇതിലിരുന്ന്, ഈ 3ലും ഇരുന്ന്, ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലും ഈ ആഗ്രഹങ്ങളിൽ കാമം ഇരുന്ന് ജ്ഞാനമാവൃത്തി എന്ന് പറഞ്ഞാൽ ആത്മാനുഭവത്തെ മറയ്ക്കണോ. എന്നിട്ടോ ആത്മാവിനെ മറയ്ക്കണമെന്ന് മാത്രമല്ല, ഈ ജീവനെ പലതരത്തിലുള്ള മോഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ജീവനെ തെറ്റിദ്ധരിപ്പിക്കണം. മോഹങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാമമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? 3 തലങ്ങള്: ഇന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി. ഇത് കാമത്തിന്റെ ഇരിപ്പിടമാണ്, ഒളിത്താവളാണ് എന്ന് പറയും. അപ്പൊ ഇതിലിരുന്നിട്ടാണ് ആത്മാനുഭവത്തെ മറച്ച് ജീവന് പലതരത്തിലുള്ള മോഹങ്ങൾ ഉണ്ടാക്കുന്നത്, മോഹിപ്പിക്കുന്നത് ഈ ആഗ്രഹങ്ങളാണ് എന്നാണ് പറയുന്നത്. വിമോഹയതി. അപ്പൊ ഇന്ദ്രിയങ്ങള് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, അല്ലെ? വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നു. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അനുഭവിക്കുമ്പോ എന്താ സംഭവിക്കുക? മനസ്സ് ആ ഇന്ദ്രിയ വിഷയങ്ങളില് സങ്കല്പങ്ങളും വികല്പങ്ങളൊക്കെ മനസ്സിൽ തോന്നും ആ വിഷയത്തെ കുറിച്ച്. എന്നിട്ടോ ആ വിഷയങ്ങളോട് രാഗദ്വേഷങ്ങൾ ഉണ്ടാവും. രാഗദ്വേഷങ്ങൾ ഭാവന ചെയ്യും. എന്താണ് ഈ രാഗദ്വേഷങ്ങൾ ഭാവന ചെയ്തെന്നാൽ? ചില ഇന്ദ്രിയ വിഷയങ്ങളോട് അതിനൊരു ഇഷ്ടം തോന്നും, അടുപ്പം തോന്നും. ചില ഇന്ദ്രിയ വിഷയങ്ങളോട് അതിനൊരു എതിർപ്പ് തോന്നും, ഇഷ്ടക്കേട് തോന്നും. അപ്പൊ ഇങ്ങനെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ ഭാവന, നമ്മൾ പറയാറില്ല, എനിക്ക് അത് ഇഷ്ടമാണ്, എനിക്കിത് ഇഷ്ടമല്ല, അല്ലെ? എനിക്ക് അങ്ങനെയാണെങ്കിലാണ് ഇഷ്ടം, ഇങ്ങനെയാണെങ്കിൽ ഇഷ്ടമല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ വലിയ കാര്യമാണെന്നാണ് നമ്മൾ വിചാരിക്കണം. ഇതൊന്നും വലിയ കാര്യമില്ല. കാരണം ഇതൊക്കെ നമ്മൾ ആ ഒരു മോഹത്തിൽ പെട്ടിരിക്കുക. രാഗദ്വേഷങ്ങൾ ഭാവന ചെയ്യണ മനസ്സ്. അങ്ങനെയാണ് മനസ്സ് ഈ വിഷയങ്ങളുമായിട്ട് വിഷയങ്ങളുമായിട്ട് ബന്ധിക്കുന്നത്. അപ്പോ എന്നിട്ട് ബുദ്ധി എന്ത് തീരുമാനിക്കും? അപ്പൊ മനസ്സിൽ തോന്നും ചിലത് നല്ലതാണ്, അതെനിക്ക് സ്വന്തമാക്കണം എന്ന് തോന്നും. അല്ലെങ്കിൽ എനിക്ക് അതായിത്തീരണം എന്ന് തോന്നും. ഉദാഹരണത്തിന് ഒരാൾക്ക് എന്താണ്, ജീവിതത്തിൽ എന്തെങ്കിലും ആവണം, എനിക്ക് പ്രധാനമന്ത്രി ആവണം ഒരാൾക്ക് തോന്നി വിചാരിക്കുക. മനസ്സിൽ ഇങ്ങനെ തോന്നല്ല, മനസ്സിൽ എന്തും തോന്നാം. അപ്പൊ അങ്ങനെ തോന്നി വിചാരിക്കുക. അപ്പോ അതാണ് ഇഷ്ടം, അതിനോടൊരു രാഗം വന്നു, അല്ലെ? ആ വിഷയത്തോട്, ആ പ്രധാനമന്ത്രി പദം എന്നൊരു വിഷയത്തോട് ഒരു രാഗം വന്നു, ഒരു ഇഷ്ടം വന്നു.
അപ്പൊ പിന്നെന്ത് ചെയ്യും? ബുദ്ധി ബുദ്ധി കണക്കാക്കുന്നത് എന്താണ്? ഓ, ഇതിനെ സഫലീകരിക്കണം എന്ന ബുദ്ധി തീരുമാനിക്കുകയും അപ്പൊ ബുദ്ധി ഈ ആഗ്രഹത്തിന്റെ പിന്നാലെയായി. അപ്പോ ഇന്ദ്രിയത്തിന്റെ ലെവലിലാണ് ആദ്യം വിഷയങ്ങൾ ഗ്രഹിച്ചു തുടങ്ങുന്നത്. പിന്നെ അങ്ങനെ മനസ്സിലെത്തി രാഗദ്വേഷങ്ങളിൽ കൂടി അത് വലുതാകുന്നു, ആ കാമം വലുതാകുന്നു. പിന്നെ ബുദ്ധിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ജീവിത ലക്ഷ്യം അതാണ്. പിന്നെ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? അത് ജീവിത ലക്ഷ്യമായി മാറുമ്പോ ആത്മാവിനെ മറക്കും. ആത്മാവ് മറന്ന അവസ്ഥയിലാവും. ആത്മാവിനെ കുറിച്ച് ഓർക്കുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? അതിന്റെ ക്രമം മനസ്സിലായോ? പിടികിട്ടിയോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറ്റിക്കപ്പെടുക നമ്മളൊക്കെ. പറ്റിക്കപ്പെടുക. വലിയ വില കൂടിയ ഒരു സാധനം തൊട്ടപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതിനടുത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്ക് പോകാൻ വിടുന്നില്ല നമ്മളെ. ആരൊക്കെ? ഈ ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും അതിലേക്ക് നമ്മളെ അങ്ങോട്ട് വിടുന്നില്ല. അതിന് പകരം വേറെ എന്തൊക്കെയോ കാണിച്ചു തന്നെ നമ്മളെങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ബുദ്ധിയിൽ അത് ഒരു ജീവിത ലക്ഷ്യമായിട്ട് മാറുന്നതോടുകൂടി ആത്മാവിനെ മറക്കുന്നു. അതിനെ ഓർമ്മ വരുന്നില്ല. പിന്നെ ഇനി എങ്ങനെ ഇതിൽ മാറ്റം വരുത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങള് വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോ അല്ലെങ്കിൽ വിഷയങ്ങള് അനുഭവിക്കുമ്പോ ആ നിമിഷം മുതൽ തന്നെ ഈ വിഷയം എന്ന് പറയുന്നതും ആ തത്വം തന്നെയാണ്. അത് വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. അല്ലെ? നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം സർവം ബ്രഹ്മമയം. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ബ്രഹ്മം തന്നെയാണ്, അതും ആത്മതത്വം തന്നെയാണ്. അപ്പൊ ആ വിഷയങ്ങളിലും ആത്മതത്വം തന്നെയാണ് എന്ന് അനലൈസ് ചെയ്ത് അറിയണമെങ്കിൽ അപ്പൊ മാത്രമാണ് ഈ കാമത്തെ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ കാമത്തെ ജയിച്ച് ആത്മാനുഭവം നേടാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ തുടക്കത്തിൽ തന്നെ അതിനെ നുള്ളിക്കളയണം എന്നാണ് പറയുന്നത്. ആദ്യം ഇന്ദ്രിയങ്ങളുടെ തലത്തിലാണ് ഈ കാമം പ്രവർത്തിക്കുക. ഒരു വിഷയം, അല്ലെ? അതിനൊരു വിഷയം കാണുന്നു, അല്ലെ? കണ്ണുകൊണ്ടാണെങ്കിൽ ഒരു വിഷയം കാണുന്നു. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയ ഈ കാമം. അപ്പൊ അതിനോട് അറ്റാച്ച്മെന്റ്, അല്ലെ? രാഗദ്വേഷങ്ങൾ അതിനകത്ത് വരും മനസ്സിൽ. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, ആ രാഗദ്വേഷങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ദ്രിയങ്ങളിൽ അത് ഗ്രഹിക്കുമ്പോ തന്നെ കാര്യം തിരിച്ചറിയുക, ഇതും ആത്മാവിന്റെ ഭാഗമാണ്, അതും ബ്രഹ്മം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതും ബ്രഹ്മം തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല, അത് സ്വന്തമാക്കണം എന്നുള്ള തോന്നൽ ഉണ്ടാവില്ല. അങ്ങനെയാകുമ്പോ അതിനെ മാറ്റി നിർത്താൻ പറ്റും. ആത്മാനുഭവം അനുഭവിക്കാൻ ആത്മാനുഭവം ഉണ്ടാവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറയുന്നത്, ഇനി തുടർന്ന് പറയുന്നത് ഇതാണ്: ഇന്ദ്രിയ തലങ്ങളിൽ, ഇന്ദ്രിയത്തിന്റെ തലത്തിൽ വെച്ച് തന്നെ ഈ കാമത്തെ ജയിക്കാൻ ശ്രമിക്കണം എന്നാണ് പറയുന്നത്. ഈ ആഗ്രഹങ്ങളെ ജയിക്കാൻ ശ്രമിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ എല്ലാവരും? യെസ്, കേട്ടല്ലോ അല്ലെ? അപ്പൊ ഇന്ദ്രിയത്തിന്റെ തലത്തിൽ എവിടെ നിന്നാണോ അത് പൊട്ടി മുളയ്ക്കുന്നത് അവിടെ തന്നെ അതിനെ നുള്ളിക്കളയാൻ. എന്താ നുള്ളിക്കളയാൻ എന്താ മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ, തത്വവിചാരം. ഇതെന്താണ്, ഈ സാധനം എന്താണ് എന്ന് മനസ്സിലാക്കുക. അല്ലെ? ഇന്ദ്രിയം ഒരു വിഷയം കാണുന്നു, ഒരു വിഷയത്തെ അനുഭവിച്ചു തുടങ്ങുന്നു. അപ്പോ അതും ആത്മാവിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതും ബ്രഹ്മമാണ് എന്ന് തിരിച്ചറിയുന്നതോടുകൂടി പിന്നെ മനസ്സിൽ രാഗദ്വേഷങ്ങൾ വരില്ല. അതിനോട് മനസ്സിൽ രാഗദ്വേഷങ്ങൾ ഉണ്ടാവാതിനാൽ ബുദ്ധി അതിനുവേണ്ടി പ്രവർത്തിക്കില്ല. അപ്പൊ നമുക്ക് ആത്മാനുഭവം അനുഭവിക്കാൻ സാധിക്കും. അത് സാധിക്കും, ആത്മാനുഭവം സാധിക്കും എന്നാണ് അത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ആ തുടക്കത്തില് ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്, കാമം. അപ്പൊ അവിടെ തന്നെ കാമത്തിനെ ജയിക്കാൻ നോക്കണം, അത് വരാൻ അനുവദിക്കാതെ ശ്രദ്ധിക്കണം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. അതാണ് 41-ാമത്തെ ശ്ലോകം. ചൊല്ലിക്കോ. തസ്മാത് ത്വമിന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാപ്മാനം പ്രജഹിഹ്യേനം ജ്ഞാനവിജ്ഞാനനാശനം. അടുത്ത ശ്ലോകത്തില് അതിനെ കുറിച്ചാണ് പറയുന്നത്. തസ്മാത്, അപ്പൊ അതുകൊണ്ട്, ഏതുകൊണ്ട്? ഈ ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് കാമം, അല്ലെ? അവിടെ നിന്ന് തുടങ്ങി പിന്നെ മനസ്സിലേക്ക് വരുന്നു, ബുദ്ധിയിൽ അത് ലക്ഷ്യമായി മാറുന്നു, അപ്പൊ ആത്മാവ് മറയപ്പെടുന്നു. അപ്പൊ അതുകൊണ്ട് തസ്മാത് എന്ത് വേണം? ത്വം ഇന്ദ്രിയാണ്യാദൗ നിയമ്യ ഭരതർഷഭ പാത്മാനം പ്രജഹിഹ്യന്യം ജ്ഞാനവിജ്ഞാനനാശനം. അപ്പൊ ആദ്യം എന്താ വേണ്ടത്? അർജുനോട് പറയാം. ഭരതർഷഭ എന്നാണ് ഇവിടെ അഡ്രസ് ചെയ്യുന്നത്, അല്ലെ? ഭരതവംശനായ അർജുന. തസ്മാത്, അതുകൊണ്ട് ഈ ഇന്ദ്രിയത്തിന്റെ തലത്തിൽ വെച്ച് തന്നെ ഈ കാമത്തിനെ ജയിക്കണം, ഈ ആഗ്രഹങ്ങളെ ജയിക്കണം. അതുകൊണ്ട് എന്ത് വേണം? ത്വം ആദൗ, നീ ആദ്യം ചെയ്യേണ്ടത് ഇന്ദ്രിയാണി നിയമ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ ആത്മബോധത്തിൽ അടക്കി നിർത്തണം എന്ന് പറയും. എന്നിട്ടോ ജ്ഞാനവിജ്ഞാനനാശനം, സത്യത്തിന്റെ അല്ലെങ്കിൽ
തത്വം എന്താണോ, വസ്തു എന്താണോ, അതിന്റെ ജ്ഞാനം എന്ന് പറഞ്ഞ അറിവ്, വിജ്ഞാനം പറഞ്ഞ അനുഭവം, ഇതിനെ രണ്ടിനെയും നശിപ്പിച്ചു കളയുന്ന കാമം, പാപ്മാനം എന്ന് പറഞ്ഞാൽ പാപം നിറഞ്ഞ ഏനം പ്രജഹി, ഈ കാമത്തെ നിഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ അതിനെ നിഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. അർജുനോട് പറയുന്നതാണ്, അല്ലയോ ഭരതവംശനായ അർജുന. അപ്പൊ ഇന്ദ്രിയത്തിന്റെ തലം മുതല്, ഇന്ദ്രിയാനുഭവ തലം മുതൽക്ക് തന്നെ കാമത്തെ ജയിക്കണം. അപ്പൊ അതുകൊണ്ട് ആദ്യം എന്ത് വേണം? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. എന്ന് പറഞ്ഞാൽ അതിനെ ആത്മബോധത്തിൽ അടക്കി നിർത്തണം. എന്നിട്ടോ ഈ കാമം, പാപം നിറഞ്ഞ ഈ കാമം, എന്തുകൊണ്ടാ പാപം നിറഞ്ഞത് പറയാൻ കാരണം? സത്യം എന്താണോ അതിന്റെ ജ്ഞാന വിജ്ഞാനം, അറിവിനെയും അനുഭവത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നീ തുടക്കത്തിൽ വെച്ച് തന്നെ നിഗ്രഹിക്കണം എന്ന് പറയുകയാണ് അർജുന. ജ്ഞാന വിജ്ഞാന നാശനം. എന്താണ് ജ്ഞാന വിജ്ഞാന നാശനം എന്ന് പറഞ്ഞാൽ? ഇപ്പോ സത്യം എന്താണ്, അല്ലെ, ബ്രഹ്മം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കേട്ടു, അല്ലെ, ഗുരു പറയുന്നത് നമ്മൾ കേട്ടു. ഇന്നതാണ് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു, അത് ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല, അല്ലെ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ അറിഞ്ഞു ഇതാണ് സാധനം എന്നുള്ളത്. ബുദ്ധിയുടെ, ഇതിനാണ് ജ്ഞാനം എന്ന് പറയാം. ആ അറിവാണ് ജ്ഞാനം. അതുപോലെ സിദ്ധാന്തപരമായ അറിവ് എന്ന് വേണമെങ്കിൽ പറയാം. ബുദ്ധിയുടെ തലത്തിൽ അത് ഗ്രഹിച്ചു നമ്മൾ, ഇതാണ് സാധനം. പക്ഷെ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അതിനെ അനുഭവിച്ചുള്ള അറിവാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് ജ്ഞാനവും വിജ്ഞാനം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആ ഒരു വസ്തുവിനെ കുറിച്ച് കേട്ടു, മനസ്സിലായി ഇതാണ് സംഗതി എന്നുള്ളത്. പക്ഷെ അനുഭവത്തിന്റെ തലത്തിൽ വരുമ്പോഴാണ് അത് വിജ്ഞാനമായി മാറുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ? ഇത്രയേ ഉള്ളൂ, നമ്മള് കാര്യകാരണം, ഒരു കാര്യത്തിന് ഒരു കാരണമുണ്ട്, അങ്ങനെ പുറകിലേക്ക് വരുമ്പോ എല്ലാറ്റിനും പരമകാരണം ആയ ഒരു വസ്തുവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അത് കണ്ടെത്തുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇങ്ങനെ അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെ വരും, അല്ലെ. വിഷയങ്ങൾ ഗ്രഹിക്കാൻ കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കാരണം മനസ്സിനത് ഗ്രഹിക്കാൻ കാരണം ബുദ്ധി, അല്ലെ. ബുദ്ധിക്കും പറയില്ല, ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുന്നത് ആ തത്വമാണ്. അപ്പൊ അതാണ് പരമകാരണം എന്ന് പറയുന്നത്. ഇതാണ് പരമകാരണത്തെ അന്വേഷിക്കല്. അത് അന്വേഷിച്ച് അറിയല് ജ്ഞാനമാണ്. ഇനി അങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് അറിഞ്ഞു ഇതാണ് സത്യം എന്നുള്ളത് അറിഞ്ഞു. പിന്നെ ഈ കാര്യമായിരിക്കുന്ന ഈ രൂപങ്ങളിൽ മുഴുവൻ ആ കാരണത്തെ തന്നെ കണ്ട് അനുഭവിക്കുന്നതാണ് വിജ്ഞാനം. മനസ്സിലായോ? പിടികിട്ടിയോ? അതാണ് വിജ്ഞാനം. അപ്പോ സമുദ്രജലം അത് തന്നെയാണ് തിരമാലകളായി മാറുന്നത്. അപ്പൊ എത്ര വലിയ തിരമാലയാണെങ്കിലും അതും വെള്ളം മാത്രമാണ് എന്നുള്ള തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ അതാണ് വിജ്ഞാനം. അത് അനുഭവിക്കുന്നതാണ് വിജ്ഞാനം. അതും വെള്ളമാണ്, സമുദ്രത്തിലും വെള്ളമാണ്. അതേപോലെ ഈ കാണുന്ന രൂപങ്ങൾ മുഴുവൻ ആ വസ്തു മാത്രമാണ്. അതിനെ കണ്ട് അനുഭവിക്കുന്നതാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ മനസ്സിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക തലത്തിലുള്ള കാമം, ആഗ്രഹങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് ഈ മനസ്സ്, അല്ലെ. മനസ്സ് ഒന്നല്ലെങ്കിൽ ഒന്ന് ആഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുക മനസ്സിനകത്ത്, ശരിയല്ലേ? ആഗ്രഹങ്ങള് മിക്കവാറും ഭൗതിക തലത്തിലാണ്, ലൗകികമായ കാര്യങ്ങളെ കുറിച്ചാണ് ആഗ്രഹം മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇതിന്റെ പരമകാരണത്തെ അനലൈസ് ചെയ്ത് അറിയാനുള്ള കഴിവില്ല. കാര്യത്തിന് കാരണം എന്താണ്? ഇങ്ങനെ കാര്യകാരണ ശൃംഖല എന്ന് പറയും, അല്ലെ. ഒന്ന് മറ്റൊന്നിന് കാരണമാവുന്നു, ഒരു കാര്യത്തിന് മറ്റൊന്ന് കാരണം, അത് മറ്റൊന്നിന്റെ കാര്യമാവുന്നു, അതിന്റെ കാരണം വേറൊന്ന്. അങ്ങനെ പുറകിലേക്ക് പോകുമ്പോ ആണ് പരമകാരണമായ വസ്തുവിനെ കണ്ടെത്താൻ സാധിക്കുക. പക്ഷെ ഈ മനസ്സിന് അതിനുള്ള കഴിവില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഭൗതിക തലത്തിലുള്ള കാമം, ആഗ്രഹങ്ങൾ അതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിവുമില്ല എന്ന് മാത്രമല്ല, അത് അറിയണം എന്നുള്ള ആഗ്രഹവും ഇല്ല. ഇതാണ് പ്രശ്നം. മനസ്സിലായോ? ഇതാണ് കഴിവില്ലേ, പോട്ടെ, ഓക്കെ, സമ്മതിച്ചു. അത് അറിയണം എന്നുള്ള ആഗ്രഹവും ഇല്ലെങ്കിലോ അവിടെയാണ് പ്രശ്നം. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ട് ഇതിന് തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഈ പരമകാരണം എന്ന് പറയുന്നത് എന്താണ്? അത് യുക്തിക്ക് തന്നെ തെളിയില്ല എന്ന് വന്നാൽ പിന്നെ അതിനെ എങ്ങനെ സർവത്ര കണ്ട് അനുഭവിക്കും? സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ കാമം, ആഗ്രഹം എന്ന് പറയുന്നത് ജ്ഞാനത്തെയും നശിപ്പിക്കുന്നതാണ്, വിജ്ഞാനത്തെയും നശിപ്പിക്കുന്നതാണെന്ന് ഭഗവാൻ പറയാനുള്ള കാരണം. അതാണ് ജ്ഞാന വിജ്ഞാന നാശനം.
രണ്ടിനെയും അത് നശിപ്പിച്ചു കളയും. കാരണം മനസ്സ് അതിനകത്ത് മുഴുകിക്കിടക്കുക. അപ്പൊ ഇതിനെ പരമകാരണത്തെ അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവില്ല, അതിനുള്ള കഴിവും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ തുടർന്ന് ഭഗവാൻ പറയുന്ന ഇതാണ്. അപ്പൊ ഇതിനെ ഈ കാര്യകാരണം, അതിന്റെ ശൃംഖല, അതിനെ ഇങ്ങനെ നമ്മള് ഫോളോ ചെയ്ത് പുറകിലേക്ക് പോകുമ്പോൾ ആ പരമമായ ഒരു എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ഒരു വസ്തുവിനെ കണ്ടെത്താൻ പറ്റും. കാരണം ഒരു കാരണമില്ല, അതൊരു കാര്യം ഉണ്ടാവില്ല ഇവിടെ, അത് ഉറപ്പാണ്. തിരമാല ഉണ്ടെങ്കിൽ തിരമാല എന്ന കാര്യത്തിന് കാരണം സമുദ്രജലമാണ്. അതേപോലെ ആഭരണങ്ങൾ അല്ലെ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ആഭരണം എന്ന കാര്യത്തിന് കാരണം സ്വർണമാണ്. അതേപോലെ ഈ പ്രപഞ്ചമാകുന്ന കാര്യത്തിന് കാരണം, അങ്ങനെ പുറകിൽ അന്വേഷിക്കുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ആ ജ്ഞാനത്തിന്റെ സ്വരൂപം എന്താണെന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയാനായിട്ട് പോകും. അടുത്ത ശ്ലോകം ചൊല്ലിക്കൊള്ളു. 42. അൺമ്യൂട്ട് ചെയ്തോളൂ. അൺമ്യൂട്ട് ചെയ്യണം, മ്യൂട്ടായിരിക്കണം. ഇന്ദ്രിയാണി പരാണ്യാഹുഃ ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധിഃ യോ ബുദ്ധേ പരതസ്തു സഃ. 42 ശ്ലോകം. ശ്ലോകത്തിൽ പറയുന്നു, ഇന്ദ്രിയാണി പരാണ്യാഹു ഇന്ദ്രിയേഭ്യഃ പരം മനഃ മനസസ്തു പരാ ബുദ്ധി യോ ബുദ്ധി പരതസ്തു സഃ. അത് ഇതിനെ അനലൈസ് ചെയ്യാനുള്ള ഒരു വഴിയാണ് പറഞ്ഞു തരുന്നത്. എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്? ഇന്ദ്രിയാണി പരാണി എന്ന് പറഞ്ഞാൽ ഇപ്പോ ശരീരം ഉൾപ്പെടെ, ഈ ശരീരമടക്കം പുറമെയുള്ള എല്ലാ വിഷയങ്ങളെയും അനുഭവിക്കുന്നതിന് കാരണം എന്താ? ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾ ഉള്ളതുകൊണ്ടാണ് അനുഭവിക്കാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മളൊരു കാഴ്ച, ഒരു ദൃശ്യമുണ്ടെങ്കിൽ ആ ദൃശ്യം അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം? കണ്ണുണ്ടാവണം. ശരിയല്ലേ? കണ്ണെന്ന ഇന്ദ്രിയം ഉണ്ടാവണം. കണ്ണെന്ന ഇന്ദ്രിയം ഉണ്ടെങ്കിലേ നമ്മൾക്കത്, ആ വസ്തുവിനെ നമ്മൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കണ്ണ് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയമില്ല, അല്ലെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലെങ്കിൽ പിന്നെ കാഴ്ച, ദൃശ്യം എത്ര ഗംഭീരമാണെങ്കിലും എത്ര മനോഹരമാണെങ്കിലും ആ ദൃശ്യത്തിന് യാതൊരു പ്രാധാന്യമില്ല. ശരിയല്ലേ? ശരിയല്ല? അപ്പോ ഈ പുറമേയുള്ള ദൃശ്യങ്ങൾക്ക് എന്തുകൊണ്ടാ പ്രാധാന്യം വരുന്ന? കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയം ഉള്ളത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളെ, അപ്പൊ ഈ ഏത് വിഷയമായാലും, അത് കാഴ്ചയായാലും ശരി, കേൾക്കലായാലും ശരി, രുചിക്കലായാലും ശരി, മണക്കലായാലും ശരി, സ്പർശിക്കലായാലും ശരി, ആ വിഷയങ്ങളൊക്കെ അനുഭവിക്കാൻ കാരണം അതാത് ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ വിഷയങ്ങളുടെ കാരണം ഇന്ദ്രിയമാണ്. അതുകൊണ്ട് തന്നെ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠത ആർക്കുണ്ട്? ഇന്ദ്രിയങ്ങൾക്കുണ്ട്. ഇങ്ങനെയാണ് അനലൈസ് വിചാരം ചെയ്യുന്നത്. ഇങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ? അപ്പൊ ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങൾക്ക് പ്രാധാന്യം വരുന്നത് ഇന്ദ്രിയങ്ങൾ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠത ഇന്ദ്രിയങ്ങൾക്കാണ്. ഇനി ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ അതിന് സ്വന്തമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല. അതിന്റെ പുറകിൽ മനസ്സ് വേണം. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ അതിന് കാരണമായിരിക്കുന്നത് മനസ്സാണ്. മനസ്സാണ്. ശരിയല്ല? ഇപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് കേൾക്കണമെങ്കിൽ എന്ത് വേണം? മനസ്സ് കൂടി ഉണ്ടാവണം. നിങ്ങളിപ്പോ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെ? ഞാൻ പറയുന്ന ശബ്ദം ഇന്നിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. നിങ്ങളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഫോണിൽ ആ ശബ്ദം വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ മനസ്സ് വേറെ ഏതെങ്കിലും ലോകത്താണെങ്കിലോ ഈ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. അല്ലെ? അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ അനുഭവത്തിന് കാരണമായി നിൽക്കുന്നത് മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് മനസ്സ് കുറെ കൂടി ശ്രേഷ്ഠമാണ്. മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പൊ മനസ്സില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല. അപ്പൊ നേരത്തെ പറഞ്ഞു, വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠത ഇന്ദ്രിയങ്ങൾക്കാണ്. കാരണം ഇന്ദ്രിയങ്ങളുള്ളതുകൊണ്ടാണ് വിഷയങ്ങൾ അനുഭവിക്കാൻ പറ്റും. ഇനി ആ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത് മനസ്സുള്ളതുകൊണ്ടാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ കാരണം മനസ്സാണ്. ഇന്ദ്രിയം എന്ന കാര്യത്തിന് കാരണം മനസ്സാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠത മനസ്സിനുണ്ട്. ഇനിയോ മനസ്സത്തു പരാബുദ്ധി എന്നാണ്.
ആ മനസ്സിന് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നത്, മനസ്സിന് അനുഭവിച്ചറിയാൻ സാധിക്കുന്നത്, അതിന് കാരണമായിരിക്കുന്നത് ബുദ്ധിയാണ്. കാരണം ബുദ്ധി പ്രവർത്തിക്കുന്നതിൽ മനസ്സുകൊണ്ട് എന്ത് ഗ്രഹിച്ചാലും ഇത് എന്താന്നുള്ളത് അറിയില്ല, മനസ്സിലാവില്ല, അനുഭവിക്കാൻ പറ്റില്ല. അപ്പോ മനസ്സിന്റെ പ്രവർത്തികൾക്ക് കാരണം, അല്ലെങ്കിൽ മനസ്സിന്റെ അനുഭവത്തിന് കാരണമായി നിൽക്കുന്നത് ബുദ്ധിയാണ്. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, മനസ്സിനേക്കാൾ ശ്രേഷ്ഠത ആർക്കുണ്ട്? ബുദ്ധിക്കുണ്ട് എന്ന് പറയാം. ഇനി അടുത്തത് പറയാൻ പോകുന്നു, യഹത്തു, ഏതൊന്നാണോ ബുദ്ധി പരത എന്ന് പറഞ്ഞാൽ ബുദ്ധിക്കും പരമായി വർത്തിക്കുന്നത്, സഹ, അവനാണ് ആത്മാവ് എന്നാണ്. ആ ബുദ്ധിക്ക് പ്രവർത്തിക്കാനുള്ള ശക്തി കൊടുക്കുന്ന, ബുദ്ധിയുടെ അനുഭവത്തിന് കാരണമാകുന്നത് അതിന് പിറകുള്ള ആത്മാവാണ്. മനസ്സിലായോ? ഇതെങ്ങനെയാണ്? അപ്പോ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ആരാണ്? ആത്മാവാണ്. അപ്പൊ മനസ്സിലായോ? പിടികിട്ടിയോ? ഇതാണ് ഇതിന്റെ ക്രമം എന്ന് പറയുന്നത്. ഇതാണ് മറ്റേ ആ ശ്ലോകം നേരത്തെ ചൊല്ലിയില്ലേ? എന്താണ്? അർക്കന്നലാദി വെളിയൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവ് ആനന്ദമെന്തു ഹരിനാരായണ. അപ്പൊ ഈ ആത്മാവ് പറഞ്ഞ എന്താ സാധനം? താൻ തന്നെ, ഞാൻ തന്നെ. അത് തന്നെയാണ് അല്ലെ ഞാൻ. അപ്പൊ ഈ ശരീരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, പുറമേയുള്ള വിഷയങ്ങളെ അനുഭവിക്കുന്ന കാരണമാവുന്നത് ഇന്ദ്രിയങ്ങളാണ്. അതുകൊണ്ട് വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളാണ്. ഇനി ഇന്ദ്രിയങ്ങളുടെ അനുഭവത്തിന് കാരണമായി പ്രവർത്തിക്കുന്ന മനസ്സായതുകൊണ്ട് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠത മനസ്സിനാണ്. ഇനി ആ മനസ്സിന്റെ അനുഭവത്തിന് കാരണം ബുദ്ധി ആയതുകൊണ്ട് മനസ്സിനേക്കാൾ പ്രാധാന്യം, ശ്രേഷ്ഠതയുള്ളത് ബുദ്ധിക്കാണ്. ഇനി ഏതൊന്നാണോ, ഏതൊരു ശക്തിയാണോ ആ ബുദ്ധിക്കും പരമമായി വർത്തിക്കുന്നത്, അതാണ് ആത്മാവ്. അതാണ് യോ ബുദ്ധേ പരതസ്തു സഹ, ബുദ്ധിക്കും അപ്പുറത്ത്. അപ്പൊ ഞാൻ വലിയ ബുദ്ധിമാനാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അല്ലെ? ബുദ്ധിക്കും അപ്പുറത്തേക്ക് കടന്നാലേ നമ്മൾക്ക് ആ സത്യത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ചിലര് ബുദ്ധിയുടെ തലത്തിൽ കുടുങ്ങിക്കിടക്കും. അവിടെ കുടുങ്ങിക്കിടന്നാൽ ഈ സത്യത്തിനെ കാണാൻ പറ്റില്ല. അതിനെ കടന്നു നിന്നാലേ അതിനെ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതാണ് കാര്യകാരണ ശൃംഖല എന്ന് പറയുന്നത്. ഒരു വിഷയം എന്ന് പറയുന്ന കാര്യം, അതിന്റെ കാരണം ഇന്ദ്രിയങ്ങള്. അപ്പോ ഇന്ദ്രിയം എന്ന വിഷയത്തിന്റെ കാരണമായ ഇന്ദ്രിയങ്ങളാണ് ഈ കാര്യത്തിനേക്കാൾ ശ്രേഷ്ഠത. എപ്പോഴും കാരണത്തിനാണ് ശ്രേഷ്ഠത കൂടുക, കാര്യത്തിനല്ല. കാരണം ആ കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ട് ശ്രേഷ്ഠത കൂടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യമില്ലെങ്കിലും കാരണത്തിന് നിലനിൽക്കാം. മനസ്സിലായോ? നേരെ വെച്ച് കാരണമില്ലാതെ ഒരു കാര്യം ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. കാരണം അനുഭവമില്ലാത്തത് പ്രപഞ്ചമില്ലല്ലോ. അപ്പൊ ഈ അനുഭവത്തിന് എന്താണ്? അതിന്റെ ബേസായി നിൽക്കുന്ന കാരണത്തെ കുറിച്ചുള്ള അന്വേഷണമാണ് സത്യാന്വേഷണം. ഇപ്പൊ പ്രപഞ്ചം നമ്മൾ കാണുന്നു. ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കാൻ എന്താ കാരണം? അല്ലെ? അതിനൊരു കാരണം ഉണ്ടാവും. അത് അന്വേഷിക്കലാണ് സത്യാന്വേഷണം എന്ന് പറയുന്നത്. അപ്പോ ഈ അനുഭവ തലത്തിലുള്ള കാര്യകാരണ ശൃംഖല അതിനെ പിന്തുടർന്നു പോയി കഴിഞ്ഞാൽ ആ പരമമായൊരു കാരണം കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ ഈ കാര്യകാരണ ശൃംഖലയിലെ ശരീരം ഉൾപ്പെടെയുള്ള പുറമെയുള്ള വിഷയങ്ങള് ഇതിന്റെ ആദ്യത്തെ കണ്ണിയാണ്, ഈ ചങ്ങലയിൽ ആദ്യത്തെ കണ്ണിയാണ്. അപ്പൊ ഇതിനെ അനുഭവിക്കുന്ന കാരണം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിൽ പുറമെയുള്ള വിഷയങ്ങൾ ആർക്കും അനുഭവപ്പെടാൻ പറ്റില്ല, അല്ലെ? ശരിയല്ലേ? ഇപ്പൊ നമുക്ക് കണ്ണ്, ഈ പഞ്ചേന്ദ്രിയങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റും ഒരു അനുഭവം നമുക്ക് ഉണ്ടാവില്ല. ലോകം തന്നെ ഇല്ലാത്ത അവസ്ഥയായിരിക്കും നമ്മൾ. ശരിയല്ലേ? ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ലോകം തന്നെ ഇല്ലാത്ത അവസ്ഥ. അപ്പോ ആ അനുഭവപ്പെടുന്ന വിഷയങ്ങൾ അതിൽ നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ അനുഭവത്തിന് കാരണമായി വർത്തിക്കുന്നുണ്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. വീണ്ടും അതിനെ ഒന്നുകൂടെ വിശദീകരിച്ച് പറയാണ്. അപ്പൊ ആ ഇന്ദ്രിയങ്ങള് അനുഭവിക്കാനുള്ള കാരണം, ഇന്ദ്രിയങ്ങളുടെ അനുഭവത്തിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സ്. കാരണം മനസ്സില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ല. അപ്പൊ എല്ലാ ഇന്ദ്രിയങ്ങളിലും വ്യാപിച്ചു നിൽക്കുകയാണ് മനസ്സ്. എന്നിട്ട് ഇന്ദ്രിയാനുഭവങ്ങൾക്ക് കാരണമായി നിൽക്കുന്നത് മനസ്സാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ആ ശ്രേഷ്ഠതയുള്ളത് മനസ്സിനാണ്. ഇനി മനസ്സിന്റെ ആ അനുഭവത്തിന് പുറകിൽ അതിന് കാരണമായി നിൽക്കുന്നത് ബുദ്ധിയാണ്, അല്ലെ? അപ്പോ മനസ്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, സങ്കല്പങ്ങളും വികല്പങ്ങളും നിറഞ്ഞാണ് മനസ്സ്. അപ്പൊ ഇതിനെല്ലാം അനലൈസ് ചെയ്ത് ഒരു നിശ്ചയിച്ചിലെത്തും, ഒരു തീരുമാനത്തിലെത്തും. ആ അന്ധക്കരണമാണ് ബുദ്ധി എന്ന് പറയുന്നത്. അതാണ് എന്താണ് നിശ്ചയാത്മിക ബുദ്ധി. ആ ബുദ്ധിയിൽ നിന്ന്
ബുദ്ധിയിൽ നിന്നാണ് സങ്കല്പവും വികല്പങ്ങളും ഒക്കെ ആയിട്ട് പെരുകുന്നത്. ഈ പറയുന്ന അറിവുകൾക്കും ഒക്കെ അപ്പുറത്താണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്ന് പറയുന്നത്. അത് ശരിക്കും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ ഉപയോഗിച്ചത് പറയണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് അത് എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് അതിനെക്കുറിച്ച് സത്യം എന്ന് പറയും, ഇടയ്ക്ക് അത് ബ്രഹ്മം എന്ന് പറയും, ഇടയ്ക്ക് ആത്മാവ് എന്ന് പറയും. പക്ഷെ ഏത് വാക്കുകളും അതിന്റെ അടുത്ത് എത്തില്ല എന്നാണ് പറയുന്നത്. അത് അങ്ങനെ ഒരു സാധനം. അപ്പൊ ആ ബുദ്ധിയിൽ നിന്ന് സങ്കല്പ വികല്പങ്ങളുടെ രൂപത്തില് എന്താണ് വളർന്നു വരുന്നതാണ് മനസ്സ് എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാവും. അപ്പൊ ബുദ്ധി ഇല്ലെങ്കിൽ മനസ്സില്ല. അപ്പൊ മനസ്സിൽ മുഴുവൻ വ്യാപിച്ചു നിന്ന് മനസ്സിന്റെ അനുഭവത്തിന് കാരണമായി നിൽക്കുന്നത് കൊണ്ട് ബുദ്ധി മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഇനി ആ ബുദ്ധിക്ക് കാരണം, ബുദ്ധി പ്രവർത്തിക്കാനുള്ള കാരണം എന്താ? അതിന്റെ പുറകുള്ള ബോധമാണ്. ചിലപ്പോ ആ സത്യത്തിനെ ബോധം എന്നും പറയും, അല്ലെ? എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ആ ഒരു സാധനം ഒരു പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ബോധമില്ലെങ്കിൽ, എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്ന ആ ബോധമില്ലെങ്കിൽ ബുദ്ധിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് ബോധമാണ്. അപ്പൊ ബുദ്ധിയിൽ വ്യാപിച്ചു നിന്ന് ബുദ്ധിക്ക് കാരണമായി നിൽക്കുന്നത് കൊണ്ട് ബോധം ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പൊ ബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിന് കാരണം എന്താണെന്ന് അന്വേഷിച്ചൊക്കെ കിട്ടില്ല. കാരണം അതെല്ലാറ്റിനും പരമമായ കാരണമാണ്. അതോടുകൂടി അന്വേഷണം അവസാനിക്കും. അവിടെയാണ് എത്തേണ്ടത് എന്നാണ് പറയുന്നത്. അന്വേഷിച്ച് പോയിട്ട് ആ പരമകാരണത്തിൽ എത്തണം. പരമകാരണമാണ് ബോധം. അപ്പൊ ബോധത്തിന് പുറകില് അതിന് കാരണമായിട്ട് വേറെ ഒന്നും തന്നില്ല. അതുകൊണ്ട് ആരാണോ ബുദ്ധിക്കും പരമമായിട്ട് വർത്തിക്കുന്നത് അതാണ് ആത്മാവ് എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആലോചിക്കേണ്ടത്? കാര്യമില്ലെങ്കിലും കാരണം ഉണ്ടാവും. നേരെ വെച്ച് കാരണമില്ലെങ്കിലോ കാര്യം ഉണ്ടാവില്ല. കാരണം കാരണത്തിൽ നിന്നാണ് കാര്യം ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പൊ ബോധം എന്ന പരമമായ കാരണം ഉള്ളത് കൊണ്ടാണ് മറ്റെല്ലാം ഉണ്ടാവുന്നത്. അതില്ലെങ്കിൽ വേറൊന്നാണ്. ബോധമുണ്ടെങ്കിൽ എല്ലാം ജഗത്തിന്റെ ബോധമില്ലെങ്കിൽ ലോകമില്ല എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോ പുറമേയുള്ള വിഷയാനുഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്ദ്രിയങ്ങൾ ഉള്ളതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിലോ പുറമേയുള്ള വിഷയാനുഭവം ഉണ്ടാവില്ല, വിഷയങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ ഇല്ലെങ്കിലും, ഇന്ദ്രിയ അനുഭവം ഇല്ലെങ്കിലും മനസ്സ് അനുഭവപ്പെടും. പക്ഷെ മനസ്സില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ അനുഭവപ്പെടില്ല. അതേപോലെ തന്നെ മനസ്സിന്റെയും ബുദ്ധിയുടെയും അവസ്ഥ അത് തന്നെയാണ്. ബുദ്ധിയില്ലെങ്കിലും ബോധമായിട്ട് പൂർണ്ണ അനുഭവത്തിന്റെ സ്വരൂപത്തില് ബോധത്തിന് നിലനിൽക്കാൻ പറ്റും, അല്ലെ? അതാ ബുദ്ധിയുടെ ഒരു നിർവികൽപാവസ്ഥ അത് വന്നു കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ പറ്റും. ബുദ്ധി ഇല്ലെങ്കിലും ബോധം നിലനിൽക്കുന്നു. അതേസമയം ബോധമില്ലെങ്കിൽ ബുദ്ധി ഉൾപ്പെടെ മറ്റെല്ലാം ഈ അനുഭവത്തിൽ നിന്ന് ഇല്ലാതാവും. ഇതാണ് യുക്തി വിചാരം, അല്ലെ? ഈ രീതിയിൽ വിചാരം ചെയ്യുമ്പോൾ എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്നത് ബോധമാണ്. അതെല്ലാ കാര്യമായിരിക്കുന്ന രൂപങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്നു എന്ന് മനസ്സിലാവും. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നതാണ് ജ്ഞാനം. അപ്പൊ ഇനി ഈ ജ്ഞാനം അനുഭവത്തിൽ വന്ന് വിജ്ഞാനമായി തീരാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾക്ക് ജ്ഞാനം കിട്ടിക്കഴിഞ്ഞു, ഇതാണ് സത്യം എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായി. ഇനി ഇത് വിജ്ഞാനമാവണം എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടണം. അതിനെന്താ മാർഗം ചോദിച്ചു കഴിഞ്ഞാൽ കാമത്തെ നിഗ്രഹിക്കണം, ആഗ്രഹങ്ങളെ നിഗ്രഹിക്കണം. അതിനുള്ള മാർഗം എന്താ? എങ്ങനെയാണ് കാമത്തെ നിഗ്രഹിക്കുക? അതാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. ഈ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകമാണ്. അത് ചൊല്ലിക്കോളൂ, അൺമ്യൂട്ട് ചെയ്തു. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. ഇതാണ് അതില് പറയുന്നത്. ഇതാണ് എന്താണ് മാർഗം? ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നാണ് അതിൽ പറയുന്നത്? മഹാബാഹോ, അല്ലയോ അർജുന, ഇതുപോലെ ഈ കാര്യകാരണ ശൃംഖല അത് വിചാരം ചെയ്ത് ബുദ്ധേ പരം ബുദ്ധ്വ എന്നാൽ ബുദ്ധിക്കും അപ്പുറത്തുള്ള പരമമായ കാരണം എന്താണ് അതിനെ മനസ്സിലാക്കി ആത്മന ആത്മാനം സംസ്തഭ്യ ബുദ്ധി കൊണ്ട് ഇന്ദ്രിയ മനസ്സുകളെയൊക്കെ പിൻവലിച്ച് ആത്മാവിൽ ഫോക്കസ് ചെയ്യുക, ആത്മാവിൽ ഏകാഗ്രമാവുക. എന്നിട്ടോ ദുരാസദം കാമരൂപം ശത്രു,
ദുരാസതം എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ കാമരൂപിയായ ആഗ്രഹങ്ങളാവുന്ന ശത്രുവിനെ ജഹി എന്ന് നിഗ്രഹിക്കൂ എന്ന് പറയുന്നത് അർജുനോട് പറയുന്നു. അർജുന, ഇങ്ങനെ നീ കാര്യകാരണ ശൃംഖലയെ വിചാരം ചെയ്ത് ബുദ്ധിക്കും അപ്പുറത്ത് അതിനെയും പ്രവർത്തിക്കുന്ന പരമകാരണം എന്താണോ അതിനെ മനസ്സിലാക്കി എന്ത് വേണം? ബുദ്ധി ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളെയും മനസ്സുകളെയും ഒക്കെ പിൻവലിക്കുക. ഇപ്പൊ മനസ്സ് ഇന്ദ്രിയങ്ങളിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതിനെന്ത് വേണം? അതിനെ പിൻവലിച്ചിട്ട് എവിടെ കൊണ്ടു നിർത്തണം? ആത്മാവിൽ ഫോക്കസ് ചെയ്യൂ എന്ന് പറയണം. ആത്മാവിൽ ഏകാഗ്രമാക്കൂ. അങ്ങനെ വേണം പിടിച്ചു കെട്ടാൻ ബുദ്ധിമുട്ടുള്ള ഈ കാമരൂപിയായ ശത്രുവിനെ നിഗ്രഹിക്കേണ്ടത്. അങ്ങനെയാണ് എന്ന് പറയാം. അതാണ് സംസ്തഭ്യ ആത്മാനമാത്മ. ഇതില് ആത്മം എന്ന് പറയുന്നത് ഒരു ആത്മ എന്ന് പറയുന്നത് ഇന്ദ്രിയ മനസ്സുകൾ, രണ്ടാമത്തെ ബുദ്ധിയാണ് പറയുന്നത്. അതാണ് ആത്മാനമാത്മൻ എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോ ആ രീതിയിലാണ് അത് പറയുന്നത്. ഇതിനെ പിടിച്ചു കെട്ടണം എന്ന് പറയണം. ബുദ്ധി കൊണ്ട് തന്നെ അതിനെ പിടിച്ചു കെട്ടണം. ബുദ്ധി കൊണ്ട് വേണം അതിനെ പിടിച്ചു കെട്ടാൻ എന്ന് പറയണം. അല്ലാതെ അതിനെ നിയന്ത്രിക്കാനായിട്ട് സാധ്യമല്ല. നിന്റെ ബുദ്ധി ഉപയോഗിച്ച് വേണം അതിനെ പിടിച്ചു കെട്ടാൻ എന്ന് പറയുന്നത്. ഏവം ബുദ്ധിയെ പരം ബുദ്ധ, അല്ലയോ അർജുന, ഇങ്ങനെ ബുദ്ധിയേക്കാൾ ആത്മാവ് ശ്രേഷ്ഠമായതുകൊണ്ട്, അല്ലെ? അത് നേരത്തെ അനലൈസ് ചെയ്ത് പറഞ്ഞു. ബുദ്ധിയേക്കാൾ ആത്മാവാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ബുദ്ധിയേക്കാൾ ആത്മാവ് ശ്രേഷ്ഠമായതുകൊണ്ട് എന്ത് വേണം? ആത്മാവ് കൊണ്ട് തന്നെ ആത്മനാ ബുദ്ധ്വ, ആത്മാവ് കൊണ്ട് തന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആത്മാവിനെ നിയന്ത്രിച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് ബുദ്ധിയാണെന്ന് പറഞ്ഞു, മറ്റത് മനസ്സും ഇന്ദ്രിയങ്ങളും. അപ്പൊ ബുദ്ധി ഉപയോഗിച്ച് ആദ്യം എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന് അതിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു, അല്ല? ഇന്ദ്രിയങ്ങളെ അടക്കുക, ഇന്ദ്രിയങ്ങളെ ആത്മതത്വത്തിൽ അടക്കുക. പിന്നെ എന്ത് വേണം? അതിൽ അടക്കി കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അതിലൂടെ പുറത്തേക്ക് പോകാം. അപ്പൊ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? ബുദ്ധിക്ക് ആത്മാവിനോട് ചേർന്ന് നിൽക്കാം. അത് വളരെ എളുപ്പമാണ്, വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറയണം ബുദ്ധിക്ക് ആത്മാവിനോട് ചേർന്ന് നിൽക്കാനായിട്ട്. കാരണം നേരത്തെ പറഞ്ഞല്ലോ, ബുദ്ധിയുടെ മറ എന്ന് പറയുന്നത് അഗ്നിയിൽ പുക പോലെയാണെന്ന് പറഞ്ഞു, അല്ലെ? 3 മറകളെ കുറിച്ച് പറഞ്ഞില്ലേ? 3 ആവരണങ്ങളെ കുറിച്ച് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ഓർമ്മണ്ടത്? 3 ആവരണങ്ങളെ ഏത് രീതിയിലാണ് ഈ ആത്മതത്വം മറയപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചു. അതില് ബുദ്ധിയുടെ തലത്തില് അഗ്നി എങ്ങനെയാണോ പുക കൊണ്ട് മൂടിയിരിക്കുന്നത് ആ രൂപത്തിലാണ് എന്നാണ് പറഞ്ഞത്, അല്ലെ? ആ രൂപത്തിലാണ് അത് മറയപ്പെട്ടിരിക്കുന്നത്. അപ്പോ പുകയുണ്ടെങ്കിലും അഗ്നിയുണ്ട്, അഗ്നി ഉള്ളിലുണ്ട്, അഗ്നിയുടെ അനുഭവം ഉണ്ടാവുന്നുണ്ട് പുക ഉണ്ടെങ്കിലും. അതാണ് ബുദ്ധിയുടെ തലത്തിൽ അങ്ങനെയാണ്. അപ്പൊ ആത്മതത്വത്തിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ബുദ്ധി. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്നതായതുകൊണ്ട് അതിനറിയാനായിട്ട് ബുദ്ധിക്ക് എളുപ്പത്തിൽ അറിയാനായിട്ട് പറ്റും. പക്ഷെ മനസ്സിന് അത്ര അറിയാനായിട്ട് പറ്റില്ല. അത് ആത്മതത്വത്തിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്നതാണ്. എന്ന് മാത്രമല്ല, അതിനകത്ത് ഈ കാമം, ആഗ്രഹങ്ങളാണ് അത് നിറഞ്ഞ് ഇരിക്കുന്നത് അതിനകത്ത്, അല്ലെ? ആഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിനെ അനുഭവിക്കാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വിഷയങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഇന്ദ്രിയങ്ങളെ ഒന്ന് പിടിച്ചു കിട്ടുക, ഒന്ന് നിയന്ത്രിക്കുക. അപ്പൊ അതിനെ ഇന്ദ്രിയങ്ങൾ ഈ സത്യം പറഞ്ഞ് മനസ്സിലാക്കി, ഈ സത്യം ബോധ്യപ്പെടുത്തുക. കാരണം ഈ വിഷയങ്ങൾ എന്ന് പറയുന്നത് ആത്മതത്വം തന്നെയാണ്, ആ സത്യം തന്നെയാണ്. അത് ബോധ്യപ്പെടുത്തുക. എന്നിട്ട് അതിന് പ്രത്യാഹാരം എന്നാണ്. ആ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കുക, പ്രത്യാഹാരം എന്ന്. അതിനെ പിൻവലിച്ച് ഉള്ളിലേക്ക് തിരിക്കാൻ ബുദ്ധിക്ക് സാധിക്കും എന്ന് പറയാം. അപ്പൊ ഇന്ദ്രിയങ്ങള് ഉള്ളിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ ചലനങ്ങളും അടങ്ങാൻ തുടങ്ങും. കാരണം ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ്, വിഷയങ്ങളുടെ പിന്നാലെ പോകുന്നതാണ് മനസ്സും അതിന്റെ പിന്നാലെ പോകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, സങ്കല്പങ്ങളും വികല്പങ്ങളും ഉണ്ടാക്കി മനസ്സ് പുറത്തേക്ക് പോകും, മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇന്ദ്രിയങ്ങളില് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് അന്തർമുഖമാവുമ്പോൾ മനസ്സും സങ്കല്പ വികല്പങ്ങളൊക്കെ അടങ്ങും. അതും ഒതുങ്ങി ഉള്ളില് ഉപശമം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? അപ്പൊ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെ അടക്കി കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിക്ക് പുറകിലേക്ക് തിരിഞ്ഞ് ആത്മാവില് ഏകാഗ്രത വരുത്താൻ സാധിക്കും. അനന്തസ്വരൂപമായ ആത്മാവില് ഏകാഗ്രമാവാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് അതുകൊണ്ടാണ് വസ്തുബോധം വേണം എന്ന് പറയാം. സത്യം എന്താണെന്നുള്ള ബോധം വേണം.
അതില്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ സത്യം എന്താണെന്ന് അറിയാതെ, എന്ന് പറഞ്ഞാൽ ഉള്ള വസ്തു എന്താണ് അതറിയാതെ ബലം പ്രയോഗിച്ച് ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ നിയന്ത്രിക്കാൻ ശ്രമിച്ച ആഗ്രഹങ്ങളെ അടക്കാൻ പറ്റില്ല. സത്യം എന്താണെന്ന് മനസ്സിലാവണം ആദ്യം. അതാണ് വിവേകം. നിത്യാനിത്യ വസ്തു വിവേകം എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈരാഗ്യം, അത് വിഡ്രോ ചെയ്യല്, അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സത്യബോധം ഇല്ലെങ്കിൽ എന്താ പറ്റുക ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ ശ്രമിക്കുമ്പോ കാമം, ഈ ആഗ്രഹങ്ങൾ ഒന്നുകിൽ മനസ്സിൽ കയറി ഒളിക്കും, അല്ലെങ്കിൽ ബുദ്ധിയിൽ കയറി ഒളിക്കും. ഇതിങ്ങനെ ഒളിച്ചു കളിക്കും ഈ സാധനം. ഇനി മനസ്സിനെ, ഈ തത്വം അറിയാണ്ട മനസ്സിനെ ജയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ, അപ്പൊ ആഗ്രഹങ്ങള് ബുദ്ധിയിൽ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളിൽ ചെന്ന് ഒളിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ പിടിച്ചു കെട്ടാൻ വിഷമുള്ളതാണ് ഈ സാധനം എന്ന് പറയാനുള്ള, ദുരാസതം എന്ന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് എന്ത് വേണം, വിചാരം ചെയ്ത് ബോധ്യം വന്ന ആ വസ്തുബോധം അതിനെ ബുദ്ധിക്കും മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കും ഒക്കെ പകർന്നു കൊടുക്കണം. എന്നിട്ട് ഒരേ സമയത്ത് തന്നെ അതിനെ പിൻവലിച്ച് ആത്മാവില് ഫോക്കസ് ചെയ്യണം. അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോഴാണ് അങ്ങനെ ഇത് മൂന്നും കൂടി ഒരു സമയത്ത് ഒരേപോലെ ചെയ്തു കഴിഞ്ഞാല് ഈ കാമത്തെ പിടിച്ചെടുക്കാൻ പറ്റൂ, ഈ ലൗകികമായ ആഗ്രഹങ്ങളെ പിടിച്ചെടുക്കാൻ പറ്റൂ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആഗ്രഹങ്ങള് എന്താണ്, അത് താഴും തോറും, അതില്ലാതാകും തോറും, അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും തോറും ഉള്ളില് ആത്മാനന്ദം അനുഭവിക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മയോഗോ നാമ തൃതീയോധ്യായ. മൂന്നാമത്തെ അധ്യായം കർമ്മയോഗം അവസാനിക്കുന്നത്. ഈ നാളെ മുതൽ നമ്മൾക്ക് അടുത്തത് ജ്ഞാന കർമ്മസന്യാസ യോഗം അല്ലെ, അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത അധ്യായം. അതാണ് അടുത്തത് ജ്ഞാനകർമ്മ സന്യാസ യോഗം. അത് നമ്മൾ 4-ാമത്തെ അധ്യായം. നാളെ മുതൽ നമ്മൾ തുടങ്ങും. നാളെ നമുക്ക് ആരംഭിക്കാം. ഓക്കെ, റൈറ്റ്. ഇതില് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നമ്മൾക്ക് ഇടയ്ക്ക് ഒരു ദിവസം വേണമെങ്കിൽ നാളത്തെ ദിവസം നമുക്ക് സംശയം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. നാളെ ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാം. റൈറ്റ്. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടെല്ല് നിവർത്തി, കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായി ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കുന്നു. മുഴുവൻ ശ്രദ്ധയും ഉള്ളിൽ തന്നിൽ തന്നെ വിശ്രമിക്കൂ. ബി വിത്ത് യുവർസെൽഫ്. ഓം സം സമിത്യുവസേ വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോ വസൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവൗമനാംസി ജാനതാ ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസതേ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനഃ സഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രൈവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗൂദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം.
ഈ സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവ്വം സാവകാശം കണ്ണുകൾ തുറക്കാം.